ഹായ് എവരി വൺ. അപ്പോൾ നമുക്കിന്ന് നിങ്ങളുടെ 5D മെസ്സേജസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഹയർ സെൽഫ് ID എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പൈലായിട്ട് ചെയ്യാം. ഇവിടെ 2 നമ്പർ ഉണ്ട്. ഒന്ന് 36, നിങ്ങൾ 36 നമ്പർ നന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് 333 666 36 കോമ്പിനേഷൻസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൈൽ 1 ചൂസ് ചെയ്യാം. രണ്ടാമത്തെ പൈൽ 59 ആണ്. 5 ആണോ അല്ലെങ്കിൽ 9 നമ്പർ റിപ്പീറ്റഡായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഏത് നമ്പറിലേക്കാണ് പെട്ടെന്ന് ആ നമ്പർ കോൾ ചെയ്യുന്നതെങ്കിൽ അതാണ് പെട്ടെന്ന് ഇൻറ്റ്യൂട്ടീവിൽ എടുക്കുന്നത്. കുറേ സമയം എടുക്കരുത്. പെട്ടെന്ന് നിങ്ങൾ 2 നമ്പർ കാണുമ്പോൾ പെട്ടെന്ന് ചൂസ് ചെയ്യണം. അതാണ് ഇൻറ്റ്യൂട്ടീവായിട്ട് വരുന്ന മെസ്സേജസ് കേട്ടോ. സോ 36 ഫസ്റ്റ് പൈൽ ആൻഡ് 59 സെക്കൻഡ് പൈൽ. അപ്പോൾ 36 നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളുടെ 5D മെസ്സേജസ് ആണ് കേട്ടോ പറയാം. 36 മീൻസ് കോമ്പിനേഷൻസും 9 തന്നെയാണ് കംപ്ലീഷൻസ്. 3 എന്ന് പറഞ്ഞാൽ മൈൻഡ് ബോഡി സോൾ കോമ്പിനേഷൻസ് ആണ്. 6 എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡാർക്കർ സൈഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ സോൾ പറയും. മേ ബി ഈ ഒരു പൈൽ 1 കാണുന്നവർ കുറച്ചധികം ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഡാർക്കർ സൈഡ് കുറച്ച് സൈക്കോളജി ഡിസോർഡർ ചിലപ്പോൾ ഉണ്ടായേക്കാം. OCD പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ബിക്കോസ് അത്രയും ഡാർക്കർ സൈഡ് ഡെവിൾ ബ്ലാക്ക് മാജിക് എനർജീസ് ഒക്കെ ഉള്ളവർക്കും ഈ 36 നമ്പർ പറയാം കേട്ടോ. ഓക്കെ, നമുക്കിനി നോക്കി നോക്കാം നിങ്ങളുടെ ഹയ്യർ സെൽഫ് തരുന്ന മെസ്സേജസ്. ഗ്രാറ്റിറ്റ്യൂഡ് കുറവ് അല്ലെങ്കിൽ ഉള്ളതിൽ ഹാപ്പി ഇല്ലാത്ത സിറ്റുവേഷൻസ്. 4 ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് കാർഡ്സ് എടുത്തതിന് ശേഷം റീഡ് ചെയ്യാം. 2 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നു പോകുന്ന പേഴ്സൺസാണ്. 7 ഓഫ് വാൻസ്. ടെമ്പറൻസ് കാണിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ ഫൈൻ. ബോട്ടം കിങ് ഓഫ് വാൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞത് റൂട്ട് ചക്രയൊക്കെ ഒന്ന് ഇംബാലൻസ് ആയിട്ടുണ്ട് നിങ്ങളുടെ, അല്ലെങ്കിൽ റൂട്ട് ചക്രയിൽ നിങ്ങൾക്ക് വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ അപ്ഗ്രേഡ്സ് നടക്കുന്നുണ്ട്. എനർജി ഷിഫ്റ്റ് ഒരുപാട് നടക്കുന്നുണ്ട്. താഴത്തെ 3 ചക്രാസൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ മീൻസ് അങ്ങനെ ഹീൽഡായ ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. എനിക്കൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് സോളാർ പ്ലെക്സസിൽ ഭയങ്കര വൈബ്രേഷനാണ്. എന്താ പറയുക, നമുക്ക് ഡയറിയ പോലെ അല്ലെങ്കിൽ നമുക്കൊന്നും എന്ത് കഴിച്ചാലും പിടിക്കാത്ത പോലെ. പറയുമ്പോൾ വെജിറ്റേറിയൻ ആണല്ലോ കഴിക്കുന്നത്, നോണൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ക്ലെൻസിങ് നടക്കുന്നുണ്ട്. അതുപോലെ കാലിനൊക്കെ നല്ല രീതിയിൽ പെയിന് റൈറ്റ് സൈഡിൽ, അതുപോലെ സോളാർ പ്ലെക്സസ്, റൂട്ട് ചക്ര, റൂട്ടിൻ്റെ അവിടെയൊക്കെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു പെയിൻ വരിക, അതൊക്കെ നമ്മളുടെ എനർജി DNA ഹീലിംഗ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ത്രോട്ട് ചക്രയിലും തേർഡ് ഐയിലൊക്കെ എല്ലാ ചക്രാസിലും നടക്കുന്നുണ്ട്. ത്രോട്ടൊക്കെ കുറച്ചൊന്നും ഇതാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് നല്ല ഹെൽത്ത് കണ്ടീഷൻസിനാണെങ്കിൽ ഡോക്ടറെ കാണിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഹീൽ ചെയ്താൽ മാറുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. പിന്നെ ക്ലൈമറ്റിൻ്റെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് 36 നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ് നിങ്ങളുടെ ഹയ്യർ സെൽഫ്. ഇതിൽ ഒരുപാട് കാണുന്നത് റൂട്ടാണ്, റെഡ് കളറാണ്. അപ്പോൾ നിങ്ങൾ റെഡ് കളർ ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ബീട്രൂട്ട് അതൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം റൂട്ട് ചക്ര ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് തന്നെ, എന്താണ് ഇന്നർ ചൈൽഡ് ഒരുപാട് വൂൺസ് ഉള്ള ആൾക്കാരാണ്. ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഒരാളുടെ പുഷ് എപ്പോഴും വേണം, ഒരാൾ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയുള്ള ആൾക്കാരെയാണ് ഇതിൽ ഒരുപാട് കാണിക്കുന്നത്. ആദ്യം തന്നെ 4 ഓഫ് കപ്സാണ്. എന്താണ് ഈ 4 ഓഫ് കപ്സ് പറയുന്നത്? നമ്മൾക്കൊന്ന് കുറച്ച് ലേസിയാണ്, ഒരുപാട് മടിയുള്ള പേഴ്സണേയും കാണുന്നുണ്ട് കേട്ടോ. 4 ഓഫ് കപ്സ് മീൻസ് 3 കപ്പ് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 കപ്പിലൊന്നും എനിക്ക് ഇതൊന്നും പറ്റില്ല, എനിക്ക് ഇനിയും വേണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് വന്നിട്ട് 4ാമത്തെ ഒരു കപ്പ് കൊടുക്കുകയാണ്. 4ാമത്തെ കപ്പ് കൊടുത്തിട്ടും അവർ ഹാപ്പി ആണോ? അല്ല. അപ്പോൾ അവരെ മുഖം കണ്ടോ, വളരെ വിഷമത്തിലൂടെ ഇരിക്കുക. അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് വന്നിട്ട് കൊടുത്തു ഒരു കപ്പും കൂടി. പക്ഷേ അതിലും ഹാപ്പി, ഇതൊന്നും എനിക്ക് പോരാ, എനിക്ക് ഇനിയും വേണം യൂണിവേഴ്സ്, ഞാൻ അത്രയും ഡിസേർവ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഈഗോ ഇഷ്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ആദ്യം നിനക്ക് ഒരു കപ്പുണ്ടെങ്കിൽ ആ ഒരു കപ്പിൽ നീ ഹാപ്പി ആയാൽ മാത്രമാണ് നീ ആഗ്രഹിച്ച കാര്യങ്ങൾ നിന്നിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. ഒട്ടും മേ ബി ഇതിങ്ങനെ പറയാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി വന്നു, അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം അതിൽ തെറ്റ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു ജോലി ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക, പക്ഷെ ഒന്ന് ട്രാവൽ ചെയ്യണം, ഡെയിലി ഒന്ന് രാവിലെ എനിക്ക് കുറച്ചധികം പോകാനുണ്ടായിരിക്കും, ട്രാവൽ ചെയ്യാനുണ്ടായിരിക്കും, അങ്ങനെയായിരിക്കും നിങ്ങളുടെ ജോലിയുടെ പ്ലേസ് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയതും പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ലൈഫ് ബോർഡടിക്കുന്ന ടീം വരെ. കാരണം ഇവിടെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച ഒരു ക്യാരക്ടറാണ്, അവിടെ പോയാൽ അതായിരിക്കും നല്ലത്, ഇവിടെ വന്നാൽ ഇതായിരിക്കും നല്ലത്. അങ്ങനെ ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു പേഴ്സൺ. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ട്, അതുകൊണ്ടാണ് സാറ്റിസ്ഫിക്കേഷൻ ഒട്ടും നിങ്ങൾക്ക് ലഭിക്കാത്തത്.
ഫിനാൻസ് ആണെങ്കിലും നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും സ്ട്രോങ് ഫൗണ്ടേഷൻസ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ മാത്രം നിങ്ങൾ ചിന്തിക്കുക, ഡിപ്രഷൻ ആവുക, അതിപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നെഗറ്റീവ് ആക്കുക, റിഗ്രറ്റ്. അതാണ് കാണിക്കുന്നത്. എന്താണ്? നിങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരുപാട് അനുഗ്രഹങ്ങൾ ലൈഫിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ കപ്പൽ 1 2 3 4. അപ്പോൾ എനിക്ക് തോന്നുന്നു വാട്ടർ സയൻസ് ആയിരിക്കും ഇതിൽ കാണുന്നവർക്ക് ഒന്നുകൂടി റെസനേറ്റ് ആവാൻ ചാൻസസ്. വാട്ടർ സയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സോഡിയക് സൈഡ് വാട്ടർ സയൻസിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതും ആയിരിക്കും കേട്ടോ. ഓക്കെ, അതാണ് കാണിക്കുന്നത്. പിന്നെ ഇതിലും ഒരു പേജ് ഓഫ് കപ്സ് ഉണ്ട്. അതാ പറഞ്ഞത്, ഭയങ്കര ഇമോഷണൽ ആവുന്ന പേഴ്സൺ. ചെറുതായിട്ട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് വിഷമമായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, കുറ്റപ്പെടുത്തും. നിങ്ങളെ നെഗറ്റീവ്, ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നിങ്ങൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. എന്തിനാണ് അങ്ങനെ നെഗറ്റീവ് ആകേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ല, എനിക്കിപ്പോൾ ഇങ്ങനെയാണ് നടക്കേണ്ട കാര്യം, എൻ്റെ കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. അതേ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ള. ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മളൊന്നും നേടുന്നുമില്ല. നമ്മൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഫ്ലോയിലൂടെ കടന്നു പോകുകയാണ്. അവിടെ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ അതിവിടെ ഒന്നും നഷ്ടമാവുന്നില്ല കേട്ടോ. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ കൊണ്ടുവരുന്നത് ഓൾറെഡി നമ്മുടെ കർമ്മ അക്കൗണ്ട് മാത്രമാണ്. വേറെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ ജീവിക്കുക. ഓക്കെ, അതുപോലെ ടെമ്പറൻസ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എനർജി ഒന്ന് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ, ഈ 4 ഓഫ് കപ്സിലൊക്കെ ഒന്ന് സാറ്റിസ്ഫൈഡ് ആവാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു ഹൈലി ഒരു ഡിവൈൻ പാർട്ട്ണർ വരാനുള്ള ചാൻസസ് കാണും. ഈ ഒരു ടെമ്പറൻസിനെ സോൾമേറ്റ് കാർഡിനെ പറയുന്നതാണ് കേട്ടോ. നമുക്ക് ട്വിൻ ഫ്ലെയിം ആക്കി അങ്ങനെ പറയാൻ സാധിക്കില്ല. നല്ലൊരു നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നൊരു, നിങ്ങളെ ക്രൗണൊക്കെ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ എവേക്കിലൂടെ കടന്നു പോകാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ഹീലിങ്സ് മെത്തേഡ്സൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ എവേക്കിലിംഗ് നടക്കുകയാണ്. നിങ്ങളെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സോളിൻ്റെ ഇമ്പ്യൂരിറ്റീസ് മാറ്റാനുള്ള ടൈം വന്നു. ടൈം ഫോർ ആക്ഷൻ എന്ന് പറയുന്ന പോലെ നമുക്കിത് പറയാം. എഗെയിൻ 2 ഓഫ് വൺസ് ആണ്. കരിയറായിട്ട് ഒരുപാട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എബ്രോഡ് പോകാൻ നോക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നിങ്ങളിങ്ങനെ ഓവറായിട്ട് ഒബ്സസ്ഡ് ആവുന്നുണ്ട്. ഒബ്സസ്ഡ് ആവണ്ട. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. എന്നും വിഷ്വലൈസേഷൻ ചെയ്യുക. വിഷൻ ബോർഡ് ഒട്ടിച്ച് വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗോളിന് വേണ്ടി വർക്ക് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ നെഗറ്റീവായിട്ട് എനർജി കൊടുക്കല്ലേ. കൂടുതൽ നിങ്ങൾ നെഗറ്റീവ് എനർജീസാണ് കൊടുക്കുന്നത്. നിങ്ങളത്തെ നെഗറ്റീവ് ആക്കുക. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ നിന്നും കടന്നു പോകാൻ ചെയ്യില്ല. നിങ്ങൾ കൂടുതൽ ആ ഒരു സ്റ്റെപ്പ് താഴ്ന്ന് പോവുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് 0ന് താഴെ പോയി നെഗറ്റീവ് അല്ല, ആ നെഗറ്റിവിറ്റിയിലേക്ക് -1 -2 ഗ്രാഫൊക്കെ വരയ്ക്കും. അതുപോലെ നിങ്ങൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ബിക്കോസ് അത്രയും ചലഞ്ചസ് വരുന്നത് നിങ്ങൾ താഴ്ത്താനല്ല, ഉയർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു, ലൈഫിനെ കാണുന്നു, അതിലിരിക്കും എന്നാണ് പറയുന്നത്. ഏസ് ഓഫ് കപ്സ് നല്ലൊരു പ്രണയം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി ഒന്ന് ഉയർത്തുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൈൽ 1 ചൂസ് ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ കപ്സ്, വാട്ടർ, ഇമോഷൻ, ഹാർട്ട് ചക്ര ഒരുപാട് ബ്രോക്കണം. ഹാർട്ട് ചക്ര നന്നായിട്ട് ഹീൽ ചെയ്യുക. കൂടെ സാക്രൽ ചെയ്യുക ആൻഡ് റൂട്ട് ചക്ര. ഈ 3 ചക്രാസ് നിങ്ങളൊന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എനർജിയിൽ നിന്ന് കടന്ന് മാറാനും നിങ്ങൾക്ക് ഈ ടെമ്പറൻസും വരുന്ന നല്ലൊരു റിലേഷൻഷിപ്പിന് പങ്കുകൊള്ളാനും നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാകാനും ഒക്കെ ചാൻസസ് അധികമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ചലഞ്ചസ് 7 ഓഫ് വാൻസ് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് തന്ന് അതിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ തോട്ട്, അതിൽ നിങ്ങളുടെ ആക്ഷൻസൊക്കെ മെല്ലെ മെല്ലെ മൈന്യൂട്ടായിട്ട് മാറുന്നുണ്ട്. ഒരുപാട് മാറുക. അതുപോലെ മൈൻഡ് ബോഡി സോൾ തമ്മിലുള്ള ട്രിനിറ്റി ഒരു കോമ്പിനേഷൻസ്, ഇതും കോൺഷ്യസ് ബാലൻസ് കാണിക്കുന്നുണ്ട്. DMDF ഒക്കെ ബാലൻസിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ലൊരു സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡാർക്കർ സൈഡ് ഉണ്ടെങ്കിൽ വെളിച്ചമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ പേജ് ഓഫ് കപ്സ് എനർജിയിൽ നിന്ന് മാറുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെന്നെ കാണണം, മറ്റുള്ളവരെ നോക്കാൻ വേണ്ടിയിട്ട് ജീവിക്കരുത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഗോൾ എന്താണ് അതിന് വേണ്ടി വർക്ക് ചെയ്യുക. അല്ലാതെ പാരൻസിന് ഇത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെയ്തു. ചിലർ പറയാൻ ചേച്ചി എനിക്ക് ഇഷ്ടമല്ല ഈ ജോലി, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചെയ്തു. അതുകൊണ്ട് ഒരു കാര്യമില്ല. അമ്മയുടെ കാലം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇഷ്ടപ്പെടാതെ ജോലിയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ട്രെസ് ഒരുപാട് കൂടും. നമ്മൾക്ക് തന്നെ ആങ്സൈറ്റി ഡിസോർഡർ, പല രീതിയിൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇങ്ങനെ ഉയർന്നു വരും. സോ ബെറ്റർ ചൂസ് യുവർ, നിങ്ങളുടെ ആ ഒരു സോള് പറയുന്ന കാര്യം ചൂസ് ചെയ്യുക. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരിക്കും, പക്ഷേ വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി യു ക്യാൻ വിൻ. ഓക്കെ, അതുപോലെ കിങ് ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്. നല്ലൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും നിങ്ങൾക്ക് ഓഫറും കൊണ്ട് വരുന്നുണ്ടായിരിക്കും ഈ ഒരു പ്രപ്പോസൽസ്. ആൻഡ് കുറച്ച് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന പേഴ്സൺ ആയിരിക്കും പെട്ടെന്ന് വന്നതാട്ടോ. പാസ്റ്റ് ട്രോമയാണ് ഞാൻ പറയാൻ വന്നത്, പക്ഷേ പാസ്റ്റ് റിലേഷൻഷിപ്പ് മേ ബി അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായ ഒരു പേഴ്സൺ ആയിരിക്കാം. അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ച് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള അതോറിറ്റി പവർ, അങ്ങനെ ഒരു കാര്യം നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഒരു എ തൊട്ട് സെഡ് വരെ പറഞ്ഞു തരാൻ അറിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. എക്സ്പീരിയൻസസ് ഒരുപാടുണ്ട്. കിങ് ഓഫ് വാൻസ് ആണ്. ഫയർ എനർജി, എന്ത് വന്നാലും റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന മനക്കട്ടി അല്ലെങ്കിൽ മനമുള്ള ഒരു പേഴ്സണെയാണ് കാണുന്നത് കേട്ടോ. മേ ബി നിങ്ങൾ മാരി ചെയ്യാൻ പോകുന്ന പേഴ്സൺ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ മാരീഡ് ആയ പേഴ്സൺ ഇങ്ങനത്തെ ഒരു എനർജി ഉള്ളവരായിരിക്കും. ഇതിൽ 2 ഓഫ് വാൻസ് ഉണ്ട്. മേ ബി നിങ്ങൾക്ക് അബ്രോഡോ യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ ഈ ഒരു കടൽ കടന്ന് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. മേ ബി നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഓക്കെ, നന്നായിട്ട് ബാലൻസ് ചെയ്യുക, നന്നായിട്ട് ഫോർഗിവ്നെസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പൈലിന് ഏഞ്ചൽസ് നമ്പേഴ്സും കൂടി ഒന്ന് എടുത്തു നോക്കാം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണണം കേട്ടോ. നിങ്ങൾ ഈ കറൻറ്റ് ഫീലിങ്സ് റിലേഷൻഷിപ്പ് മാത്രം നോക്കിയത് നിങ്ങൾ എവിടെ എത്തും, നിങ്ങൾ സ്റ്റക്കായിട്ട് പോകും. കാരണം നിങ്ങളൊരു ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ലോങ് ടൈമിന് നിങ്ങൾക്ക് കൂടെ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ ലോങ് ടൈമിൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ കരിയറും ഫിനാൻസാണ്. അപ്പോൾ അതിന് വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ വേണ്ടവർ കാണുന്നുണ്ട്, അല്ലാത്തവർ ചുമ്മാ റിലേഷൻഷിപ്പ് മാത്രം നോക്കി പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സോ മാക്സിമം നിങ്ങളുടെ സോളിനെ ഇമ്പ്രൂവ് ചെയ്യാം. സോ ഇവിടെ പറയുന്ന മെസ്സേജസ് നോക്കാം. ഏഞ്ചൽസ്, യൂണിവേഴ്സ് എന്താണ് ഏഞ്ചൽസ് പറയുന്ന മെസ്സേജസ്? ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങളിങ്ങനെ നെഗറ്റിവിറ്റി അടിക്കുമ്പോഴേ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ചൂസ് ന്യൂ ഡിറക്ഷൻസ്. കണ്ടോ, 2 ഓപ്ഷൻസ്, പുതിയ പാതകൾ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. അബണ്ടൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ അബണ്ടൻസ് വരണമെങ്കിൽ നമ്മൾ ചിന്തകൾ അബണ്ടൻസ് ഒക്കെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. സബ് കോൺഷ്യസ് ഹീലിംഗ് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും നിങ്ങൾ ചെയ്യുക. എൻ്റെ അടുത്ത് ഹീലിങ്സും പ്ലസ് ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് പ്രാക്ടീസ് രണ്ടും കൂടിയിട്ടുള്ള കോമ്പിനേഷൻസ്. ഹീലിങ്സ് മാത്രമല്ല, നമ്മളെ കൊണ്ട് പല ടെക്നിക്സ് ചെയ്യിപ്പിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ടെക്നിക്സ് സൂപ്പറാണ്. നിങ്ങൾക്ക് ഒരാളോട് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ഓപ്പൺ ടെക്നിക്സ് വഴി അത് കംപ്ലീറ്റ്ലി സീറോ ആക്കാൻ സാധിക്കും. അങ്ങനെ സീറോ ആക്കുമ്പോഴാണ് നമ്മളുടെ ഫ്രീ സ്പേസ് ആവുന്നതും നമ്മൾക്ക് ഒരുപാട് എനർജിക്ക് അവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത്. അതുവരെ നിങ്ങൾ ഈ ദേഷ്യം പകയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ്ഡ് ആവില്ല. ഒരു പേഴ്സൺ ഇമ്പ്രൂവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലവർ കമൻറ്റ് ചെയ്യുന്നത് കാണാം, നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്ന പേഴ്സൺസ്, മോശമായിട്ട് നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ചാനൽ മാത്രമല്ല ചില നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിനടിയിൽ വന്ന് മോശം കമൻറ്റ് ചെയ്യുന്ന പേഴ്സൺസിൻ്റെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ എവിടെയും എത്തിയിട്ടുണ്ടാവില്ല. അവരെ ഇട്ടാവട്ടത്ത് കിടന്ന് നടക്കുന്നതാണ്. നന്നായി ഇമ്പ്രൂവ് ചെയ്യുന്ന പേഴ്സൺസ് ഒരിക്കലും ഒരു രീതിയിൽ പോലും ഒരാളെ മോശമാക്കില്ല. അതാണ് വൈബ്രേഷൻസ്. നിങ്ങൾ നെഗറ്റീവ് വൈബ്രേഷൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾക്ക് ഫുള്ള് വരുന്നത് ഹെൽത്ത് കണ്ടീഷൻസ് ആയിരിക്കും, മണി ബുദ്ധിമുട്ടുകളായിരിക്കും, നമുക്ക് ഇങ്ങനെ ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കൂടുതലായിട്ട് ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എപ്പോഴും അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവരാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ എനർജീസ് ഉയർത്താൻ ശ്രമിക്കുക. ഒരുപാട് വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട് യൂട്യൂബിലൊക്കെ. ഒരുപാട് പേര് അവേക്കിലൂടെ കടന്നു പോകുന്നവർ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. മോട്ടിവേഷൻ ബുക്സ് വായിക്കുക. ഇക്കിഗായി ബുക്ക് വായിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ജപ്പാനീസിലെ സീക്രറ്റ്സ് ടു ഹാപ്പിനെസ്, അതുപോലെ എന്താ പറയുക മണി, എന്താ പറയുക സീക്രട്ട് നല്ല ബുക്കാണ്. മാജിക്, ഇതൊക്കെ നല്ല ബുക്സുകളാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് അറിയണമെങ്കിൽ മാജിക്, സീക്രട്ട്, ഇക്കിഗായ് ഈ ബുക്സൊക്കെ നിങ്ങൾ വായിക്കുക. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടാവുന്ന നല്ല ബുക്സ്. ഭയങ്കര മോട്ടിവേഷൻ കിട്ടും നമുക്ക്. ഒരുപാട് ട്രിക്സുകൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിൽ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസസ് ഉണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്കായിട്ട് വിഷൻ ബോർഡൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് അബണ്ടൻസിൻ്റെ കാര്യമാണ് കേട്ടോ. സിറ്റുവേഷൻസ് വിൽ ഇമ്പ്രൂവ്, സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ആയിരിക്കും. ചിലവർക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു സംസാരിക്കാൻ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ അറിയാത്തതാണ്. നന്നായിട്ട് ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക. നന്നായിട്ട് ത്രോട്ട് ചക്ര ലൈക്ക് എം അല്ല ഹമ്മാണ്. എം ഹാർട്ട് ചക്രയ്ക്കാണ്. ഹം ബീച്ച് മന്ത് നന്നായിട്ട് ചൊല്ലുക, നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ട്രൂത്ത്, സത്യം പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ അത് സമ്മതിക്കുക. അതിന് പകരം വേറൊരാൾ കാരണമാണ് എന്ന് അങ്ങനെ ഉണ്ടാക്കാതിരിക്കുക. അതും നിങ്ങളുടെ ത്രോട്ടിനെ ഒരുപാട് ബ്ലോക്ക് ചെയ്യിപ്പിക്കും. നിങ്ങളുടെ ത്രോട്ട് ചക്ര പറയും നിങ്ങളാണല്ലോ അത് ചെയ്തത്. നമ്മുടെ എനർജി സെൻറ്റേഴ്സ് നമ്മളെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവിടെ ബ്ലോക്കേജസ് വരിക ചെയ്യുന്നത്. ഓക്കെ,
സോ ദിസ് ഈസ് ദ പൈൽ 1. നിങ്ങളുടെ 5D പറയുന്നത് ഷോർട്ടാക്കി ഞാൻ റീക്യാപ്പ് ചെയ്ത് പറഞ്ഞു തരാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക. ആദ്യം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഉള്ളതിൽ ഹാപ്പി ആവാൻ നോക്കാനാണ് ആദ്യം പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഹാപ്പി ആകുമ്പോഴും കണ്ടൻറ്റ് ആകുമ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഒന്നുകൂടി മെച്ചുവേർഡ് ആവാനും നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആവാനും. പിന്നെ ചലഞ്ചസ് വരുന്നത് നിങ്ങളെ ഒരിക്കലും താഴ്ത്താനല്ല, ഉയർത്താനാണ്. എപ്പോഴും ഓരോ ലൈഫിൽ ഓരോ കൊട്ട് കിട്ടുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. ഓക്കെ, ഇത് വന്നത് എൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി ഫ്രണ്ടിലേക്ക് പോവാം. നല്ലൊരു ഹൈലി സോൾമേറ്റ്സ് വരുന്നുണ്ട്, നല്ല എനർജി ഉള്ളത്, നല്ല പവർ അതോറിറ്റി, നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത നല്ലൊരു ലൈഫ് ഓഫർ ചെയ്യാനായിട്ടുള്ള ഒരു പേഴ്സൺസ് വരുന്നുണ്ട്. അതുപോലെ അബണ്ടൻസ് വരുന്നുണ്ട്, പുതിയ പാത. നിങ്ങളൊരു സംഭവത്തിൽ നിൽക്കുമ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ കൊല്ലങ്ങളോളം അതിൽ നിന്ന് നോക്കാതിരിക്കുക, മാറി ചിന്തിക്കുക, ചൂസ് എ ന്യൂ ഡിറക്ഷൻസ്. അതുപോലെ മാറി ചിന്തിക്കാൻ പറയുന്നതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വേറെ വരുന്നുണ്ട്. കാരണം നിങ്ങൾ അതിലല്ല, നിങ്ങൾക്ക് വേറെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് മാറിയാൽ മാത്രമാണ് നെക്സ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എബഡൻസിൻ്റെ മഴ ചുരിയുന്നുണ്ട്. ഹെൽത്ത് കണ്ടീഷനിലൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇത് കാണുന്ന കുറച്ച് പേർക്ക് എന്താണ് ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ട് കേട്ടോ. ചലഞ്ചസ് റൂട്ട് ചക്ര നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് 7 ചക്ര മെഡിറ്റേഷൻസും ചെയ്യുക, കൂടെ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ പൈൽ 1 റീഡിങ്. താങ്ക് യു. ഇനി നമുക്ക് പൈൽ 2ൻ്റെ റീഡിങ് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് പൈൽ 2ൻ്റെ നമുക്ക് ആദ്യം ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് കമത്തി വയ്ക്കാം, എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്തോ അങ്ങനെ ഫീൽ ചെയ്തു എനിക്ക്. ഞാൻ ലാസ്റ്റ് നോക്കാം കേട്ടോ. ടാരോ റീഡ് ചെയ്തിട്ട് ഞാൻ നോക്കുന്നില്ല. 4 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഇത് ബോട്ടമാണ് കേട്ടോ. ഓക്കെ, നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ടാരോ വായിക്കാം. യൂണിവേഴ്സ് എന്താണ് പൈൽ 2 എന്ന് പറയുന്നത്? നമ്മൾ നമ്പർ ചെയ്തായിരുന്നു 5-9 ആണ് കേട്ടോ. പൈൽ 2 5-9, 5ഉം 9ഉം കോമ്പിനേഷൻസ് കാണാം, അല്ലെങ്കിൽ 555, അല്ലെങ്കിൽ 999, 59 59 99 55 59 59 അങ്ങനെയൊക്കെ കോമ്പിനേഷൻസ് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 കാണുന്നുണ്ടെങ്കിൽ കയോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ചുരുളി, എന്താ പറയുക, അങ്ങനൊരു ഇതിലാണ്, ചുഴലിക്കാറ്റിലകപ്പെട്ട ഒരു പേഴ്സണെ പോലെയാണ്. ഒരുപാട് സ്ട്രെസ്സ് വരുന്ന സമയമാണ്, പക്ഷേ ആ സ്ട്രെസ്സ് മാറ്റത്തിന് വരുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് ഈ 5-9 കാണുന്നവരുടെ ഹയർ സെൽഫ് അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നു മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ട്. പേജ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾക്ക് ഹാർഡ് വർക്കിന് ഫലം വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് വേദനിക്കും. അതിൻ്റെ ആവശ്യമില്ല. കാരണം സൺ കാർഡാണ് വരുന്നത് ഇപ്പുറത്ത്. ഒരുപാട് അബണ്ടൻസ്, നല്ല മാരേജ് ലൈഫ്, ഹാപ്പി മൊമെൻറ്റ്സ്, 10 ഓഫ് കപ്സ് കാണിക്കുന്നു, 7 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നു, ഏസ് ഓഫ് വാൻസ്, നല്ല കാർഡ്സ് ആട്ടോ വന്നിട്ടുള്ളത്. ബോട്ടം 2 ഓഫ് സോഡ്സ് ആണ്. ഡബിൾ മൈൻഡ് അല്ലെങ്കിൽ ജഗ്ലിംഗ് ആകുന്ന പേഴ്സൺസ് ആണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് കൂടി നോക്കാം. അൺലൈക്ലി ട്രസ്റ്റ്, ഫോർഗീവ്നെസ്, എനിക്കത് തോന്നി, ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ്. ഓക്കെ, ശരിയാണ്. കാരണം നമുക്ക് പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. എന്താണ് പേജ് ഓഫ് സോഡ്സ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളോട് ഫോർഗിവ്നെസ് ചെയ്യും. മറ്റുള്ളവരെ, പഴയ ആൾക്കാരെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരി, അതൊരു കാർമിക് അക്കൗണ്ട് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ എന്ത് ഇത്ര പ്രയാസം എന്നാണ് ചോദിക്കുന്നത്. കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക. അവർക്ക് ഓപ്പൺ അപ്പ് ടെക്നിക്സ് വഴി അവരെ ഫോർഗിവ്നെസ് കൊടുക്കുക. അങ്ങനെ ഫോർഗിവ്നെസ് കൊടുക്കുമ്പോൾ നിങ്ങളും ഒരുപാട് ഉയരാൻ പോവാന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. ആൻഡ് സൺ കാർഡ് കാണിക്കുന്നുണ്ട്. സൺ കാർഡ് ശരിക്കും ഉദ്ദേശിക്കുന്നത് നല്ല ഒരുപാട്, ഇപ്പോൾ നമ്മൾ ഭയങ്കര ഡാർക്കർ സൈഡ് അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ഭയങ്കര ഇരുണ്ട സമയത്തൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരുപാട് വെളിച്ചമാണ് വരുന്നത്. ഒരുപാട് വെളിച്ചം എന്ന് പറയുന്നത് ജ്ഞാനമായിരിക്കാം, വിസ്ഡം, ഹാപ്പിനെസ്, ഒരുപാട് ഫുഡ് കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നല്ല സെലിബ്രേഷൻ്റെ സമയം, മാരേജ്, എൻഗേജ്മെൻറ്റ്, ബേബി ഷവർ, എന്തൊക്കെ ഈ സൺ കാർഡ് അന്ന് വളരെ അതായത് പോസിറ്റിവിറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര, ഹാപ്പിനെസ്സിൻ്റെ ചക്രയെന്ന് ഞാൻ പറയും. അത് നന്നായിട്ട് മണി, ഇതൊക്കെ ഒരുപാട് വർക്ക് ചെയ്യാനും ഒരുപാട് ധാരാളം സമ്പത്ത് വരാനുള്ള ചാൻസസ് അധികമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചില സമയത്ത് 2 ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട്. ഡബിൾ മൈൻഡാണ്. 2 കാര്യങ്ങൾ വരുമ്പോൾ ഏത് ബെറ്റർ, ഞാൻ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചൂസ് ചെയ്യുന്ന പോലെ, അതിനേക്കാളും ബെറ്റർ 2 ഓപ്ഷൻസ് തരുമ്പോൾ ഏതാണ് എനിക്ക് ബെറ്റർ ആവുന്നത്, എനിക്ക് മാച്ച് ചെയ്ത് പോകുന്ന ഏതാണ്, അതാണ് ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ജഗ്ലിംഗ് എനർജി, കൺഫ്യൂഷൻ എനർജി ആയിരിക്കും 2 ചോയ്സസ് വരുമ്പോൾ. ഓക്കെ, ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരുപാട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അതിൻ്റെ റിവാർഡ്സ് വരികയാണ് നിങ്ങൾക്ക്. കാരണം 10 ഓഫ് കപ്സ് ഉണ്ട് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്. നല്ലൊരു ഫാമിലി ലൈഫ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഫെർട്ടിലിറ്റി ടൈമാണ്,
ബേബി ലേറ്റ് ആവുന്നവർക്കൊക്കെ ബേബി ആവാനും നല്ലൊരു ഹാപ്പി ടൈം, ക്വാളിറ്റി ടൈം ഉണ്ടാവുന്നു ലൈഫിൽ എന്ന് പറയാം. ഏസ് ഓഫ് വാൻസ്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, സ്ട്രോങ് ആയിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ലൈഫിൽ. മേ ബി ലൈഫ് അൺഡിസിപ്ലിൻഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ഡിസിപ്ലിൻ ആക്കി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാത്തതിന് കളയുന്നു, നല്ല കാര്യത്തിന് മാത്രം ഓപ്പൺ ആവുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആളുകൾ വരുന്നു, അറിവുകൾ വരുന്നു, കാര്യങ്ങൾ വരുന്നു. ചിലപ്പോൾ ചില സമയത്ത് ഒരു വഴിയില്ലെങ്കിൽ യൂണിവേഴ്സ് എവിടുന്നോ ഒരു കോൾ വരാം, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു കയ്യിൻ്റെ ഹെൽപ്പ് കിട്ടുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു അറിയാത്ത ആൾക്കാർ പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം. ഇതൊക്കെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നും കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ആൻഡ് 7 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യണം. 7 പെൻഡക്കിൾസ് ഉണ്ടാക്കി, ഇനി 3 പെൻഡക്കിൾസ് ആണ് കുറവുള്ളത്. പക്ഷേ ആ 7 പെൻഡക്കിൾസ് നോക്കി നിൽക്കുകയാണ്, ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇനി എന്തൊക്കെ, അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേഴ്സണാണ്. ഒരുപാട് വർക്ക് ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ എൻ്റെ പൈസ അല്ലെങ്കിൽ എൻ്റെ കരിയർ എനിക്ക് തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാനുള്ള മനസ്ഥിതിയുള്ള ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ കണ്ടോ 8 ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അതിൻ്റെ ഫലം എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഫോറിനേഴ്സ് കൊടുക്കേണ്ടവർക്ക് ഫോറിനേഴ്സ് കൊടുക്കുക കേട്ടോ. കാരണം ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ്. അൺലൈക്ലി മീൻസ് ട്രസ്റ്റ് ഫോറിനേഴ്സ്. അൺലൈക്ലി ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നില്ലെങ്കിൽ അതിലൂടെ ആയിരിക്കില്ല നിങ്ങൾക്ക് അബണ്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് വരുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് വേറെ ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ട്രസ്റ്റ് ചെയ്യുക, കണക്ഷനും ട്രസ്റ്റ് ചെയ്യുക, ഫോർഗിനെസ് നന്നായിട്ട് ചെയ്യുക, എല്ലാവരോടും ഫോർഗിനെസ് കൊടുക്കുക. ഹൊപ്പനൊപ്പന ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് ചെയ്യുമ്പോൾ ഫീൽ ചെയ്ത് ചെയ്യുക, അല്ലാതെ എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി ചെയ്യരുത് കേട്ടോ. നമുക്ക് നമ്മുടെ എനർജിയെ പറ്റിക്കാം, പക്ഷേ യൂണിവേഴ്സിന് ഒരിക്കലും പറ്റിക്കാൻ സാധിക്കില്ല. അത് എപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതാണ് പൈൽ 2 പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹയർ സെൽഫ് എന്താണ് പറയുന്നത്? നന്നായിട്ട് നിങ്ങളെ ഈ ജേർണിയെ ട്രസ്റ്റ് ചെയ്യുക. പല രീതിയിൽ നിങ്ങളെ കുലുക്കം ഉണ്ടാകും, പക്ഷേ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് ഫോർഗിനെസ് കൊടുക്കുക. ഫോർഗിനെസ് നിങ്ങളോട് ഫോർഗിനെസ് ചെയ്യാൻ പല സിറ്റുവേഷനിലൂടെയും നിങ്ങളുടെ സോളിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ എന്നോട് സോറി പറയാം, ഈ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയല്ലോ, ഞാൻ ഒരുപാട് വേദനിക്കപ്പെട്ടു, ഐ എം സോറി, എൻ്റെ സോളെ സോറി എന്നൊക്കെ പറയാം. ആൻഡ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ്. ഒരു കാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് ഒരു പ്രായമുള്ള ഒരാളിൽ നിന്നുള്ള അഡ്വൈസ് തേടാം, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം വയ്ക്കുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് എന്തും ചെയ്യുക. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ദൈവം നിങ്ങളുടേതായിട്ടുള്ള ഡിവൈനെ പ്രാർത്ഥിക്കുക, എൻ്റെ കൂടെ ഉണ്ടാവണേ, വഴി കാട്ടിത്തരണേ എന്ന് പറഞ്ഞ് ഒപ്പം കൊണ്ടുപോകും. ഞാൻ എപ്പോഴും ഡിവൈനെ കൊണ്ടുപോകട്ടെ, എവിടെയാണെങ്കിൽ പോലും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാണുന്നത്. നന്നായിട്ട് ഫോർഗിനെസ് ചെയ്യാനാണ് എനിക്ക് ഈ ഒരു പൈൽ 2 പറയാനുള്ളത് കേട്ടോ. കാരണം നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വരുന്നുണ്ട്. 10 ഓഫ് കപ്സ് കണ്ടു. അപ്പോൾ ഈ ഒരു പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യൂ. നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പ് വരുന്നില്ലെങ്കിൽ പഴയ ആൾക്കാരെ കംപ്ലീറ്റ്ലി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടില്ല. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യൂ മക്കളെ എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് ഗോ ലെറ്ററൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു വന്നിട്ടുണ്ട്. ഈസിയാണ്. എന്താണ്, ചുമ്മാ പേപ്പർ എടുക്കുക, നിങ്ങൾ എഴുതുക. ലെറ്റ് ഡിയർ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ആരോടാണ് നിങ്ങൾക്ക് വേദനപ്പെട്ടത്, ഡിയർ ദാറ്റ് പേഴ്സൺ, അവരോട് പറയേണ്ട കാര്യം ലെറ്ററിൽ എഴുതുക, കത്തിച്ച് കളയുക. ഇല്ലെങ്കിൽ ടെലിപ്പതിക്കലി അവർക്ക് മെസ്സേജസ് അയക്കുക. ടെലിപ്പതിക്കലി നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവരെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തുക. തേർഡ് ഐയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം താങ്ക് യു സോ മച്ച്, ഹോപ്പനോപ്പന ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് അവരെ കംപ്ലീറ്റ്ലി പറഞ്ഞയക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പൈൽ 2 പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ 5 ചേഞ്ചസും 9 ട്രാൻസ്ഫോർമേഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ചേഞ്ചസും നല്ല ട്രാൻസ്ഫോർമേഷൻസും ലൈഫിൽ ധാരാളമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ബ്ലെസ്സിങ്സ് ഒക്കെ തരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മാജിക്കിൻ്റെ എല്ലാ ഡേയും മാജിക് പ്രാക്ടീസസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കാണുക, പ്രാക്ടീസ് ചെയ്യുക. എന്താണ് അധികം ചിലവില്ലല്ലോ, ഫ്രീ ആയിട്ടാണല്ലേ. നിങ്ങളൊന്ന് ഒരു 10 മിനിറ്റ് പോലും 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് എടുക്കുക. ഇല്ലെങ്കിൽ ആരാണ് നമുക്ക് വേണ്ടി ചേഞ്ച് ചെയ്യാൻ വരാൻ പറ്റുക? നമ്മൾ തന്നെയാണ് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. ബോട്ടമിൽ ടേക്ക് ആക്ഷൻ കാർഡ് ഉണ്ട് കേട്ടോ. അതാണ് ഈ 9, 5 എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ആക്ഷൻ എടുക്കേണ്ടടുത്ത് ആക്ഷൻ എടുക്കുക. ഏസ് ഓഫ് വൺസ്. ഓക്കെ,
സോ ഇങ്ങനത്തെ ഒരു എനർജിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ട്രസ്റ്റ് ചെയ്യുക കണക്ഷനെ. ഒരിക്കലും കണ്ണടച്ചുകൊണ്ട് ഒരു ഡിസിഷൻസും ലൈഫിൽ എടുക്കുക. അത് റിലേഷൻഷിപ്പിൻ്റെ കേസാണെങ്കിലും മണി എന്താണെങ്കിലും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റായ അതിലേക്കാണ് പോവുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ടാരോ റീഡിങ്, പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പെയ്ഡ് റീഡിംഗ് ആയിരിക്കും. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് വയ്യാതിരിക്കുന്നവർ അല്ലെങ്കിൽ മണി ബ്ലോക്കേജസ്, ഇതൊക്കെ ബ്ലോക്കേജസ് ഉള്ളവർക്ക് ഞാനിവിടെ ഹീൽ ചെയ്ത് ഓരോ ചക്രാസ് ഹീൽ ചെയ്ത് കൊടുക്കാറുണ്ട്. 7 ഡേയ്സിൻ്റെ ഡിസ്റ്റൻറ്റ് ഹീലിങ്ങും. അതുപോലെ കർണ ക്ലെൻസിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. വീട്ടിൽ നെഗറ്റീവ് എനർജീസ് വരുമ്പോഴൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ക്ലെൻസിങ് 21 ഡേയ്സിൻ്റെ ക്ലെൻസിങ് ഹീലിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ടെലഗ്രാമിലാണ് ക്ലാസ്സസ്. സൂം ക്ലാസ്സസ് അല്ല, റെക്കോർഡ് സെഷൻസ് ആണ്. 1 മന്തിൻ്റെ അടുത്തുണ്ടായിരിക്കും ക്ലാസ്സസ്. അതിനുശേഷം 10 ഡേയ്സ് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ സബ് കോൺഷ്യസ് ഹീലിംഗ് ആണ് റീസെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഹീലിംഗ്. നല്ല ഹീലിംഗ് ആണ്. ഒരുപാട് പേർക്ക് ചേഞ്ചസ് വരുന്ന ഒരു ഹീലിംഗ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്കിവിടെ പറയാൻ സാധിക്കില്ല. കുറേ ടെക്നിക്സും നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻസ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് ഒരുപാട് അതിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തരും, അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഹീൽ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.